അധ്യായം 3. സാക്ഷി. മഴ നനഞ്ഞ രാവുകൾക്ക് ശേഷം നേരം പുലർന്നപ്പോൾ തന്നെ ദിവാകരൻ യാത്ര തിരിച്ചു. ഗ്രാമത്തിൽ നിന്നും ഏതാനും മൈൽ ദൂരെയുള്ള പഴക്കം ചെന്നൊരു ക്ഷേത്രം, മാടനെ കുടിയിരുത്തിയെന്ന് പറയപ്പെടുന്ന സ്ഥലം. സാധാരണ ക്ഷേത്രങ്ങളിലെ സൗമ്യഭാവം ഇവിടെയില്ല. ചുറ്റുവട്ടം മുഴുവൻ കാടുപിടിച്ച് പേരാലും മറ്റു മരങ്ങളും നിറഞ്ഞ ഒരിടം. എപ്പോൾ കണ്ടാലും പേടിച്ചു പോകും. പിന്നല്ലേ രാത്രി. വവ്വാലുകളുടെ ഒച്ചയും കാകന്റെ കരച്ചിലും നായയുടെ ഓരിയിടലും മനം മടുപ്പിക്കുന്ന ഗന്ധവും ആകെ ഭയപ്പെടുത്തുന്ന ഒരു ദുരൂഹ ഭാരം നിറഞ്ഞ അന്തരീക്ഷം. ദിവാകരൻ നടപ്പുരയിലെത്തുമ്പോൾ വൃദ്ധനായൊരു പുരോഹിതൻ അവനെ എതിരേറ്റു. വെള്ള നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നുവെങ്കിലും കുഴിഞ്ഞ കണ്ണുകളും എല്ലുന്തിയ ശരീരവുമായി ഒരു പടുവൃദ്ധൻ. എന്താ ഉണ്ണി ഇവിടെ? വളരെ പതിഞ്ഞ സ്വരത്തിൽ വൃദ്ധൻ ചോദിച്ചു. ദിവാകരൻ കൈകൂപ്പി നമസ്കരിച്ചുകൊണ്ട് മറുപടി നൽകി. മാടനെക്കുറിച്ച് കുറേയേറെ മിഥ്യകൾ കേട്ടു. അതിൻ്റെ പൊരുൾ തേടി വന്നതാണ്. വൃദ്ധൻ നേരെ മുഖത്തു നോക്കി അല്പം തലകുനിച്ചു. മാടനെക്കുറിച്ചറിയണോ? അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പണ്ടുകാലത്ത് ആളുകൾ ദേവിയെ ആരാധിച്ചാലും ഭയപ്പെട്ടത് മാടനെയാണ്. കാരണം അവൻ ശിക്ഷകനും രക്ഷകനുമായിരുന്നു. കോപിപ്പിച്ചാൽ ജീവനെടുക്കുന്ന, പ്രാർത്ഥിച്ചാൽ ദോഷം മാറ്റുന്ന മാടൻ. ദിവാകരൻ കൗതുകത്തോടെ ചോദിച്ചു, അതായത് മാടനൊരു ദൈവമാണോ? വൃദ്ധ പുരോഹിതൻ ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ സന്തോഷമില്ല. ഊറിയ ചിരിയോടെ, ദൈവം മനുഷ്യർക്കു മുന്നിൽ ഭയത്തിൻ്റെ പ്രതിരൂപമായി പ്രത്യക്ഷപ്പെട്ട ശക്തി. അതുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളിലും മാടനെ ഉപദൈവമായി പ്രതിഷ്ഠിച്ചത്. പക്ഷേ അവൻ്റെ കാലൊച്ച, അതാണ് എല്ലാവർക്കും പേടി. രാത്രിയിൽ അവൻ്റെ കാൽപ്പാടുകൾ മുഴങ്ങും. ആ ശബ്ദം ഒരിക്കൽ കേട്ടവർ പിന്നെ മറക്കില്ല. ദിവാകരൻ്റെ മനസ്സിൽ കൂടുതൽ സംശയങ്ങൾ ഉയർന്നു. അവൻ്റെ കാലൊച്ച കേട്ടവർ സുരക്ഷിതരായിരുന്നു. പുരോഹിതൻ്റെ മുഖം ഇരുണ്ടു. ചിലർ രോഗികളായി കിടന്നു. ചിലർ പെട്ടെന്ന് മരിച്ചു. ചിലരെ അതിനുശേഷം നാട്ടിൽ നിന്ന് തന്നെ കാണാതെയായി. പെട്ടെന്ന് കുളത്തിനരികിൽ നിന്ന് തണുത്ത കാറ്റുവീശി. ക്ഷേത്രത്തിലെ വിളക്കുകൾ ആളിക്കത്തി. ചന്ദ്രനില്ലാത്ത രാത്രി. ഗ്രാമം മുഴുവൻ വിചിത്രമായൊരു നിശബ്ദതയിൽ മുങ്ങി. ദിവാകരൻ ക്ഷേത്രത്തിന് സമീപമുള്ള കുളക്കരയിലേക്ക് നടന്നു. ആളുകൾ പറഞ്ഞിരുന്ന പഴയ കഥകൾ അവൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. രാത്രിയിൽ നടന്നു പോകുമ്പോൾ കാലച്ച കേട്ടാൽ ജീവിതം മാറിമറിയും. വഴിയോരത്തെ ആൽമരങ്ങളുടെ കൊമ്പുകൾ കാറ്റിനൊത്ത് ചലിച്ചപ്പോൾ അവയുടെ നിഴലുകൾ നിലത്ത് നടന്നു പോകുന്നതുപോലെ തോന്നി. അവൻ്റെ ഉള്ളിൽ പേടി അല്പമുയർന്നെങ്കിലും കൗതുകം പേടിയെ മറികടന്നു. ഇതാണ് ആളുകൾ പറഞ്ഞ മാടൻ്റെ നട എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദിവാകരൻ ആ കൽപ്പടവിലിരുന്നു. മരങ്ങൾ കാട്ടിൽ ആടി ഉലഞ്ഞപ്പോൾ ആരോ ഉറക്കെ വിളിക്കുന്ന പോലെ തോന്നി. പാലപ്പൂവിൻ്റെ മനം മടുപ്പിക്കുന്ന ഗന്ധം, അകലെയായി ഓരിയിടുന്ന നായയുടെ ശബ്ദം, വികൃതമായ ശബ്ദമുണ്ടാക്കി സമീപെ കൂടി നടന്നു നീങ്ങുന്ന കറുമ്പൻ പൂച്ച, തലചുറ്റിച്ചു മാവിന്മേലിരുന്ന് തുറിച്ചു നോക്കുന്ന കൂമൻ. ഒറ്റയ്ക്കായിരുന്നെങ്കിലും ദിവാകരൻ ധൈര്യം സംഭരിച്ചു. കയ്യിലെ മണ്ണെണ്ണ വിളക്ക് തെളിച്ചു വെച്ചപ്പോൾ ആ വിളക്കിൻ്റെ അരികിൽ മാത്രം ചെറിയൊരു വെളിച്ചം. അതിനു പുറത്തെല്ലാം ഇരുട്ടിൻ്റെ ആധിപത്യം. ചുറ്റുമുള്ള ഇരുട്ടിലേക്ക് കണ്ണോടിച്ചു. നിശബ്ദത നിറഞ്ഞു. അന്തരീക്ഷത്തിൽ തളം കെട്ടി നിൽക്കുന്ന ഭീകരത. പെട്ടെന്ന് ഒരിടത്ത് ഇലകളുടെ മർമ്മരം, ആരോ വിളിക്കുന്ന പോലെ. ദിവാകരൻ ചുറ്റും കണ്ണോടിച്ചു. ഇല്ല, ആരുമില്ല, ഒന്നുമില്ല. പക്ഷേ ഒരാളുടെ കാലടി പോലെ ഒരു ശബ്ദം. അവൻ്റെ ഹൃദയത്തിൻ്റെ താളം അതുവരെ ഇല്ലാത്ത രീതിയിൽ മിടിച്ചു. കയ്യിലെ വിളക്ക് വിറച്ചു. വെളിച്ചം കാറ്റിൽ പുളഞ്ഞു മങ്ങി. അപ്പോൾ ഒരു നെരിപ്പോട് വഴിയുടെ അറ്റത്ത് മിന്നിത്തെളിഞ്ഞു. പിന്നെ അപ്രത്യക്ഷമായി. അത് മനുഷ്യൻ്റെ വിളക്കല്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പക്ഷെ പേടിയിൽ അവൻ വിറച്ച് നിശ്ചലനായി നിന്നുപോയി. കുറച്ചുനേരം ഒന്നും സംഭവിച്ചില്ല. നിശബ്ദത. പക്ഷെ പെട്ടെന്ന് ഭൂമിയിൽ പതിക്കുന്ന കാൽപ്പാടിൻ്റെ ഗംഭീര ശബ്ദം.
ആരെയും കാണുന്നില്ല. എന്നാലും കാലച്ച ആ അന്തരീക്ഷം മുഴുവൻ അലയടിച്ചു. ദിവാകരന്റെ ശരീരത്തിൽ വിറയൽ പടർന്നു. ചുറ്റും കണ്ണുറപ്പിച്ചു നോക്കിയെങ്കിലും ഒന്നും കാണാനായില്ല. പക്ഷേ ആ കാലച്ച ചെവിയിൽ പതിഞ്ഞു. അവൻ മനസ്സിൽ പറഞ്ഞു, മാടൻ വെറും കെട്ടുകഥയല്ല. ആ സത്യം കണ്ടെത്തിയേ മതിയാകൂ. അത് കണ്ടറിയുന്നതുവരെ ഞാൻ പിന്നോട്ടില്ല. പിറ്റേന്നാൾ സൂര്യകിരണം ഭൂമിയിൽ പതിച്ച മാത്രയിൽ ദിവാകരൻ ഗ്രാമത്തിലൂടെ നടന്നു. വഴിയരികിൽ കയ്യിൽ വടിപിടിച്ചു നിന്നിരുന്ന ഒരു വയോധികൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു, മാടനെക്കുറിച്ച് അന്വേഷിച്ചോ നീ? കുട്ടി, അതൊക്കെ വിട്ടുകളയൂ. കാണാൻ ശ്രമിച്ചവരെ നാട്ടിൽ പിന്നെ ആരും കണ്ടിട്ടില്ല. ആ വാക്കുകൾ കേട്ട് ദിവാകരന് ജിജ്ഞാസയേറി. അടുത്തായി പച്ചക്കറി വിൽക്കുന്ന ചന്തക്കാരിയോട് ചോദിച്ചു. അവൾ മുഖം തിരിച്ചു. അത് ചോദിക്കേണ്ട മോനെ, മാടനെപ്പറ്റി പറയുമ്പോൾ പോലും ദുരന്തം വിളിച്ചു വരുത്തുന്ന പോലെയാ. ഗ്രാമത്തിൻ്റെ അറ്റത്തുള്ള പഴയൊരു വീട്ടിലെ മുറ്റത്ത് വളരെ പ്രായമുള്ള ഒരാൾ കൂനിക്കൂടിയ ശരീരം നിവർത്തി മന്ദമായ ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്. നേരിട്ടല്ല. ക്ഷേത്രനടയിൽ വെളിച്ചമൊന്നുമില്ലാത്ത രാത്രി. ആദ്യം കേട്ടത് വലിയ കാൽപ്പാടുകളുടെ ഗംഭീര ശബ്ദം. ഭൂമി വിറയ്ക്കുന്നതുപോലെ. പിന്നെ ഒരു തീനാളം അന്തരീക്ഷത്തിലും നിലത്തുമായി ഒഴുകുന്നതുപോലെ. അതിനു പിന്നിൽ വലിപ്പമുള്ള ഭീകരരൂപം. മാടൻ. ഞാൻ കണ്ണടയ്ക്കാതെ നോക്കിയിരുന്നു. അന്നു മുതൽ കണ്ണിലുറക്കമില്ല. ശബ്ദം ഇപ്പോഴും കേൾക്കാറുണ്ട്. രാത്രി എൻ്റെ തൊട്ടരികിൽ, എൻ്റെ ചെവിയിലേക്ക് മാത്രം എത്തുന്ന കാലൊച്ച. വൃദ്ധൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ദിവാകരൻ്റെ ശരീരത്തിലൂടെ വിറയലോടി. പക്ഷെ കൗതുകം പേടിയെ മറികടന്നു. ഗ്രാമവാസികളുടെ മുന്നറിയിപ്പ്, ചിലർ പേടിയോടെ പറയുന്ന കഥകൾ, ചിലരുടെ അനുഭവസാക്ഷ്യം, ഇതൊക്കെയായി അവൻ മനസ്സിൽ തീർച്ചപ്പെടുത്തി, എനിക്ക് നേരിട്ട് കണ്ടറിയണം. ആ രാത്രി ഗ്രാമം മുഴുവൻ നേരത്തെ തന്നെ ഉറക്കത്തിൽ ആഴ്ന്നിരുന്നു. വീടുകളുടെ വാതിലുകൾ അടഞ്ഞു. ഒറ്റപ്പെട്ട വിളക്കുകൾ പോലും എങ്ങുമില്ല. പക്ഷെ ദിവാകരൻ മണ്ണെണ്ണ വിളക്ക് കയ്യിൽ പിടിച്ചു വഴിയോരത്തുകൂടി വീണ്ടും നടന്നു. ഒരു വിചിത്രമായ നിശബ്ദത. ഇലകൾക്കിടയിൽ ചെറുതായി അനക്കം. ഇന്ന് അവൻ്റെ കാലൊച്ച കേൾക്കാതിരിക്കാനിടയില്ല. ചുറ്റുമിരുട്ട്, അന്ധകാരനിബിഡമായ രാത്രി. വിളക്കിൻ്റെ വട്ടത്തിനു പുറത്ത് ഒന്നും കാണാനായില്ല. പെട്ടെന്ന് ഒരു വിറയൽ. പിന്നെ താളം തെറ്റിയ ഒരു ശ്വാസം പോലുള്ള ശബ്ദം. ദിവാകരൻ ആകെ വിറകൊണ്ടു. അപ്പോൾ ഒരു നിഴൽ. വിളക്കിൻ്റെ അതിരുകൾക്കപ്പുറത്ത് തീർന്നുപോകുന്ന മേഘത്തിൻ്റെ ഇടവേളയിൽ തൊട്ടു മുൻപിൽ എന്തോ വിറച്ചു നീങ്ങുന്നതുപോലെ. ആരെങ്കിലും അവിടെയുണ്ടോ? ദിവാകരൻ്റെ ശബ്ദം വിറച്ചു. മറുപടിയില്ല. പക്ഷെ ചെവിയിൽ പതിഞ്ഞു. ആരോ അരികിലേക്ക് നടന്നു വരുന്ന പോലുള്ള കാലൊച്ച. 1, 2, 3. ഓരോ അടിയും അടുത്തു വരുന്നത് പോലെ. അന്തരീക്ഷത്തിൽ ദൃശ്യമായ വിറയൽ. വിളക്കിൻ്റെ ജ്വാല പെട്ടെന്നിളകി. ഒരു നിമിഷം അണഞ്ഞു പോകുമെന്നോണം അപ്പോൾ ഒരു തീനാളം തെളിഞ്ഞു. പക്ഷെ ഈ പ്രാവശ്യം അത് അകലെയല്ല, വളരെ അടുത്ത്. ദിവാകരൻ്റെ ശരീരം മുഴുവനായി വിറച്ചു. കണ്ണുകൾ അടയ്ക്കാൻ പോലും ധൈര്യമില്ല. അപ്പോൾ ആ തീനാളത്തിന് പിന്നിൽ 2 ചുവന്ന കണ്ണുകൾ. ഇരുട്ടിനകത്തു നിന്ന് തുറിച്ചു നോക്കുന്ന കണ്ണുകൾ. ദിവാകരൻ ഉള്ളിൽ പറഞ്ഞു,